പൈസക്ക് വേണ്ടി ഒരു ചെറിയ പയ്യനെ തട്ടിക്കൊണ്ടുവന്ന് രാജുവും ബാബുവും കൊന്നു കളയുന്നുണ്ട്. എന്നിട്ട് അവര് ഡൽഹിയിലേക്ക് മുങ്ങാണ്. രാജുക്ക് ആ ഒരു കുട്ടിയെ കൊന്നതിൽ വലിയ വിഷമുണ്ടായിരുന്നു. അവനല്ല ആ ഒരു കുട്ടിയെ കൊന്നത്, ബാബു ആയിരുന്നു ആ ഒരു കുട്ടിയെ കൊന്നത്. അതിന്റെ പേരില് ബാബുവിനോട് രാജു മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ദേഷ്യം കാണിച്ചിരിക്കുന്നത് കണ്ട രാജുവിനോട് ബാബു, എനിക്ക് നല്ലത് പറഞ്ഞു തരാനായിട്ട് എനിക്ക് അച്ഛനോ അമ്മയോ ഇല്ല. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അമ്മ ഒരു തീപിടുത്തത്തിലാണ് മരിച്ചത്. ആ തീപിടുത്തത്തിൽ വെച്ചാണ് എന്റെ കൈ പൊള്ളിയതെന്നും പറഞ്ഞ് അവന്റെ കൈ കാട്ടിക്കൊടുക്കുന്നുണ്ട്. അവൻ എന്നിട്ട് അവിടെ നിന്ന് ക്ഷമിക്കാൻ പറഞ്ഞ ഒരുപാട് കരയാണ്. അതുകൊണ്ട് തന്നെ അലിവ് തോന്നിയ രാജോയും അവനോട് ക്ഷമിക്കുന്നുണ്ട്. തന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ട്, അവന്റെ അടുത്തേക്ക് പോകാമെന്ന് രാജോ ബാബുവിനോട് പറയുന്നുണ്ട്. ബാബു അതിന് സമ്മതിക്കുകയാണ്. സാഹിലിനെയും സുമനെയും ക്രൂരമായി ആരോ കൊന്നേക്കാണ്. ആ കൊല്ലാനായിട്ട് ഉപയോഗിച്ച കാറ് പോലീസുകാർക്ക് കിട്ടുന്നുണ്ട്. ആ കാറിൽ നിന്ന് 4 പേരുടെ ഫിംഗർ പ്രിന്റ് ആണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ 2 എണ്ണം ആ ഒരു കുട്ടികളുടെയും ബാക്കി 2 എണ്ണമാണ് പ്രതികളുടെയും അവര് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് വ്യക്തമായിട്ട് ഒരു തെളിവായി വാളാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ചൂരൻ വാളാന്നുള്ള ആ വാള് നിർമ്മിച്ച ആൾക്കാരുടെ വീട്ടുപേരുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നാണ് ആ ഒരു വാള് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ 2 കുട്ടികളുടെ അച്ഛനും അമ്മയും ആകെ തളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മക്ക് മാനസികമായിട്ട് ബാധിച്ചുകൊണ്ട് തന്നെ അവൾ ഒന്നും അറിയാത്തതുപോലെ സ്കൂളിലേക്ക് പോകുന്നു. അച്ഛനാന്ന് വെച്ചാൽ ഈ കേസിനെ കുറിച്ച് കൂടുതൽ അറിവുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ആർക്കും പൈസ കൊടുക്കുന്നുണ്ട്, എന്തോ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പോലീസുകാരൻ ജെപിയുടെ ഗേൾഫ്രണ്ട് ആണ് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന നാസർ. അവൾ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജെപിയുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിലും ജെപി വ്യക്തമായ കാര്യങ്ങളൊന്നും അവളോട് പറയുന്നുണ്ടായിരുന്നില്ല. ആ വാളിനെ കുറിച്ച് അന്വേഷിക്കാനായി ഒരു കടയിലേക്ക് ജെപി പോകുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു വാള് നിർമ്മിച്ച ആൾ മരിച്ചെന്നും അവന്റെ മോൻ മാത്രമേ ഇപ്പൊ ജീവനോടുള്ളൂ. അവൻ കാണുകളോടായിരുന്നു താല്പര്യം. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും അവനെ അടിച്ച് പുറത്താക്കിയതാണ്. ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല എന്നാണ് അയാൾ പറയുന്നത്. അതുപോലെ ധനിറാം എന്ന് പറയുന്ന ഒരു കാമുകനും അവനക്ക് ഉണ്ടായിരുന്നു അത്ര. രാജോയും ബാബുവും അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള പ്യാരിയുടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് എത്തുന്നുണ്ട്. 5 സ്റ്റാർ എന്ന് പറഞ്ഞ ആ ലോക്കൽ ഹോട്ടലിന്റെ പേരായിരുന്നു. അവിടെ ആണിന്റെയും പെണ്ണിന്റെയും വേഷത്തിൽ നിന്ന് പാട്ട് പാടുന്ന ഒരു ജോലിയായിരുന്നു പ്യാരി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ ഫ്രണ്ട് വലിയ 5 സ്റ്റാർ ഹോട്ടലിലെ ജോലിക്കാരനല്ലേ എന്ന് ചോദിച്ച് ബാബു രാജുവിനെ കളിയാക്കുന്നുണ്ട്. പ്യാരി അവന്റെ അവസ്ഥ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള് പ്യാരിയോട് എന്തോ മോശമായിട്ടൊക്കെ പെരുമാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവര് 3 പേരും വണ്ടിയിൽ പ്യാരിയുടെ വീട്ടിലേക്ക് പോകാൻ നേരത്തെ അയാൾ വീണ്ടും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ ബാബു അയാളെ തള്ളിയിടാണ്. അങ്ങനെ 3 പേരും കൂടി പ്യാരിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നാസർക്ക് ജോലിയിൽ വലിയ പ്രഷർ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു കൊലപാതകത്തെ പറ്റി എന്തെങ്കിലും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൾ ആ ഒരു ആർട്ടിക്കിൾ എഴുതുന്നതിൽ നിന്ന് മാറ്റുമെന്ന് ഹയർ ഓഫീസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ എത്ര കെഞ്ചി നോക്കിയിട്ടും അയാള് സമ്മതിക്കുന്നില്ല. അവൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് വാർത്തകൾ ഉണ്ടാക്കിയേ പറ്റൂ. ജെപിയുടെ അച്ഛൻ ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പോ ബാക്കിയുള്ള പോലീസുകാർക്കെല്ലാം ഫുഡ് വെച്ചിങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ജെപിക്ക് ഒരു വില ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജെപിയും അവന്റെ അച്ഛനെ ചീത്ത പറയുന്നുണ്ട്. അച്ഛന് വല്ലാതെ വിഷമം തോന്നാണ്. പ്യാരി സംസാരിക്കുന്നതിന്റെ ഇടക്കാണ് ബല്ലു എന്ന് പറയുന്ന ഒരാള് ഇവനോട് മോശമായിട്ട് പെരുമാറുന്നു. ആ ഹോട്ടലിൽ വെച്ച് കണ്ടില്ലേ, അയാൾ തന്നെ. അയാൾ കാരനാണ് ഇവന്റെ ജീവിതം ഇങ്ങനെ ആയതെന്നെല്ലാം പറയുന്നുണ്ട്. കൂട്ടത്തിൽ അവൻ വലിയ പൈസക്കാരനാണെന്ന് അറിഞ്ഞതും ബാബു രാജു അവന്റെ വീട്ടിലേക്ക് പ്യാരിനെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് കരുതുന്നുണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കാനായിരുന്നു അവരുടെ പ്ലാൻ. വണ്ടി ചെക്ക് ചെയ്യുന്ന ആ ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന് മനസ്സിലാവുന്നുണ്ട് ആ പ്രതികളുടെ തലയിൽ നിന്നോ അല്ലെങ്കിൽ ബോഡിയിൽ നിന്നോ ഒരുപാട് രക്തം ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തീർച്ചയായിട്ടും അവർ സ്റ്റിച്ച് ഇടാനായിട്ട് പോയിട്ടുണ്ടാവണം. അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ പ്രതികളെ കിട്ടുമെന്ന് ജെപിയും അത് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയാനായിട്ട് ഈ മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.